മുണ്ടക്കയം കൂട്ടിക്കൽ പഞ്ചായത്തുകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പ് മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. ഭരണ തുടർച്ചയും അട്ടിമറിയും ലക്ഷ്യമിട്ട മുന്നണികൾ മാസങ്ങളായി നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഫലമറിയുന്നതിനുള്ള നിർണായക ദിനമായിരുന്നു ഇത്. രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര അനുഭവപ്പെട്ടു. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ ബൂത്തുകൾ സജീവമായിരുന്നു. യുവ വോട്ടർമാർ മുതൽ മുതിർന്ന പൗരന്മാർ വരെ വോട്ട് രേഖപ്പെടുത്തുവാൻ എത്തി. ക്യൂവിൽ കാത്തുനിന്ന് വോട്ട് ചെയ്യുവാനുള്ള വോട്ടർമാരുടെ അവകാശം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം വിളിച്ചോതിയിരുന്നു. ഇരു പഞ്ചായത്തുകളിലും പോളിംഗ് തികച്ചും സമാധാനപരമായിരുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം മുഴുവനും സ്ഥാനാർത്ഥികളും അവരുടെ അണികളും പോളിംഗ് ബൂത്തുകളിലും നിശ്ചിത ദൂരത്തിൽ സജീവ സാന്നിധ്യം ഉറപ്പിച്ചു. ഓരോ വോട്ടും ഉറപ്പിക്കാനും ബൂത്തുകളിൽ എത്തിച്ചേരാത്ത വോട്ടർമാരെ എത്തിക്കുവാനും വേണ്ട ശ്രമങ്ങൾ അവസാന നിമിഷം വരെ നടന്നു. പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ മുന്നണികളും. മുണ്ടക്കയം പഞ്ചായത്ത് ഭരണം നിലനിർത്തുവാൻ LDF ശക്തമായ മുന്നൊരുക്കങ്ങളാണ് നടത്തിയിരുന്നത്. അതേസമയം ഭരണം തിരിച്ചുപിടിക്കുവാൻ ലക്ഷ്യമിട്ട് UDF മാസങ്ങളായി അണിയറയിൽ പ്രവർത്തനം ശക്തമാക്കിയിരുന്നു. ഇരു മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിനെ അഭിമാന പോരാട്ടമായാണ് കണ്ടത്. NDAയും STPയും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഭരണസമിതിയിൽ എത്തിക്കുവാൻ വീറും വാശിയും നിറഞ്ഞ മത്സരമാണ് കാഴ്ചവെച്ചത്. പ്രാദേശിക വിഷയങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും കേന്ദ്ര ഭരണത്തിൻ്റെ സ്വാധീനവുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയങ്ങളായിരുന്നു. മുണ്ടക്കയം പഞ്ചായത്ത് പോലെ തന്നെ കൂട്ടിക്കൽ പഞ്ചായത്തിലും പോളിംഗ് മികച്ച ശതമാനമാണ് രേഖപ്പെടുത്തിയത്. കൂട്ടിക്കൽ പഞ്ചായത്തിൽ ഭരണം നിലനിർത്തുവാൻ LDFും ഭരണം തിരിച്ചുപിടിക്കുവാൻ UDFും ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. NDA അക്കൗണ്ട് തുറക്കുവാനുള്ള മത്സരവും കാഴ്ചവെച്ചു. പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെയുള്ളവ കൂട്ടിക്കലിൽ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിയിരുന്നു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.